വിലാപയാത്ര ഇപ്പോൾ ഉള്ളൂരിലേക്ക് എത്തുകയാണ്. വലിയ ഒരു ജനസഞ്ചയം അവിടെ രൂപപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാം. വളരെ സാവധാനത്തിൽ മാത്രമാണ് വിലാപയാത്ര ഓരോ പോയിന്റും കടന്നു പോകുന്നത്. റോഡിന് ഇരുവശവും തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം കാണാം. വിലാപയാത്രയ്ക്കൊപ്പം തന്നെ നീങ്ങുന്ന ഒരു ജനക്കൂട്ടവും നമുക്ക് കാണാം. പല പോയിന്റുകളിലും ആളുകൾ ഇപ്പോൾ തന്നെ കാത്തു നിൽക്കുന്നു. കാരണം നേരത്തെ നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ ഈ പോയിന്റുകളൊക്കെ കടന്നു പോകേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ നിശ്ചയിച്ച വേഗത്തിൽ ആ വാഹനത്തിന് കടന്നു പോകാനാകുന്നില്ല. അവിടെ റോഡിനിരുവശത്തും എത്തി നിൽക്കുന്ന ആളുകൾ ഓരോ പോയിന്റിലും പ്രതീക്ഷിക്കുന്നതിലും അധികം ആളുകൾ എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ വിലാപയാത്ര ഇപ്പോൾ ഏതാണ്ട് 3 മണിക്കൂർ ആകുമ്പോഴും തിരുവനന്തപുരം വിട്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. വെറും 10-15 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുന്ന ദൂരത്തേക്ക് മാത്രമാണ് വിലാപയാത്ര ഈ 3 മണിക്കൂർ കൊണ്ട് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഉള്ളൂരിൽ എത്തുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വലിയൊരു ജനസഞ്ചയം അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ പല പോയിന്റുകളിലും VSന്റെ വാഹനം എത്തുന്നത് കാത്തു നിൽക്കുകയാണ്. VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുകയാണ്. VSന് അവസാനമായി മുദ്രാവാക്യം വിളികളോടെ വിട ചൊല്ലാൻ കാത്തു നിൽക്കുകയാണ്. ഒരു മുഷ്ടി ചുരുട്ടി ലാൽ സലാം സഖാവേ എന്ന് പറഞ്ഞുകൊണ്ട് VSന് യാത്രയയപ്പ് നൽകാൻ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ഭരണാധികാരിയായിരുന്ന, ജനപ്രതിനിധിയായിരുന്ന, ഒരു പൊതുപ്രവർത്തകനായിരുന്ന VSനെയാണ് യാത്രയയക്കേണ്ടത്. ഇതുപോലെ ഒരു വ്യക്തിത്വം ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഇതുപോലെ ഒരു സഖാവ് ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. അത്രമാത്രം ഒരു ജീവിതത്തിൻ്റെ സായാഹ്ന കാലയളവിൽ എല്ലാവരും അവരുടെ കർമ്മ പദ്ധതികളെല്ലാം കൂട്ടിക്കെട്ടി വെക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ VS ഏതാണ്ട് എല്ലാവരും അവരുടെ പ്രവർത്തികളിൽ നിന്ന് പിൻവാങ്ങുന്ന സമയത്ത് തന്നെ സ്വയം പരുവപ്പെടുത്തിയും കൂടുതൽ മെച്ചപ്പെടുത്തിയും ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ജനനേതാവ് കൂടിയാണ് VS. അങ്ങനെ സ്വയം പരുവപ്പെടുത്തി, സ്വയം വളർന്ന്, സ്വയം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനായ നേതാവ് കൂടിയാണ് VS. പ്രതിപക്ഷ നേതാവായിരുന്ന കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ ഹൃദയത്തിൽ VS ഒരു ഇടം കണ്ടെത്തുകയും ചെയ്തത്. സ്ത്രീകളുടെ മനം കവർന്ന നേതാവ്, അല്ലെങ്കിൽ അവർക്കൊരു കാവലാളായ നേതാവ് എന്ന് തന്നെ VSനെ കുറിച്ച് പറയാം. കാരണം സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ത്രീ പീഡകർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തി കൂടിയാണ്. ഒരിക്കലും അവരോട് യാതൊരു കോംപ്രമൈസിനും ഇല്ലാത്ത നേതാവാണ്. അതിനെതിരെ പോരാട്ടങ്ങൾ നയിച്ച നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. അത് നമ്മൾ പല കേസുകളിലും കണ്ടിട്ടുള്ളതാണ്. സൂര്യനെല്ലിയിലും വിതുരയിലും കവിയൂരിലും കിളിരൂരിലുമൊക്കെ VSന്റെ ആ ഉറച്ച നിലപാടുകൾ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീയും VSനോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കേരളം ആ നിലയിലൊക്കെ മാറാനും പറയാനും പോരാടാനും വഴിയൊരുക്കിയ നേതാവ് കൂടിയാണ് VS അച്യുതാനന്ദൻ. ഇപ്പോൾ ഒരു നൂറ്റാണ്ട് നീണ്ട തൻ്റെ കർത്തവ്യങ്ങൾ നിറവേറ്റി പോരാട്ടങ്ങളുടെ ജീവിതം, പോരാട്ടങ്ങളുടെ കാലഘട്ടം അവസാനിപ്പിച്ചുകൊണ്ട് VS മടക്കയാത്രയിലാണ്. വിലാപയാത്ര കടന്നു പോകുന്ന ഇടങ്ങളിൽ VSനെ അവസാനമായി ഒരു നോക്ക് കാണാൻ നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്തുന്നത് നമ്മൾ കാണുകയാണ്. വളരെ പതിയെ വിലാപയാത്ര മുന്നോട്ട് നീങ്ങുന്നു. വിലാപയാത്ര അല്പസമയത്തിനകം ഉള്ളൂരിലെ നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പോയിന്റിലേക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുദ്രാവാക്യം വിളികളോടെ ആളുകൾ ഒപ്പമെത്തുന്നു. നമ്മൾ ഓരോ പോയിന്റിലും കണ്ടുമുട്ടുന്നവരോട് ഞങ്ങളുടെ പ്രതിനിധികൾ ചോദിക്കുമ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ഓർത്തു പറയാൻ ഓരോ കാരണങ്ങളാണ്. VSന്റെ ഇടപെടലുകൾ, VSന്റെ സംസാരം, VS പാവങ്ങളുടെ നേതാവായിരുന്നു, ഞങ്ങളുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ഓരോരുത്തരുമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ അവർക്ക് VSനെ പറ്റി ഓർത്തെടുക്കാനുണ്ടായിരുന്നു. സാധാരണക്കാർക്ക് അവർക്ക് ചോദിക്കാനും പറയാനും ഉള്ള ഒരു നേതാവ് എന്ന നിലയിലായിരുന്നു VSനെ അവർ കണ്ടിരുന്നത്.